കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി സമയത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ആയിരിക്കുവാൻ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ നൽകിയ മഹാഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 46-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. മനുഷ്യരിന്ന് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ചില വിഷയങ്ങളെക്കുറിച്ചും അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ മനുഷ്യൻ പല രീതിയിലുള്ള ഭയങ്ങളിൽ അടിമകളാണ്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന എന്ത് വിഷയത്തിൻ്റെ മധ്യത്തിലും ധൈര്യത്തോടെ അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല എന്നല്ല, പ്രതികൂലങ്ങൾ വരത്തില്ല എന്നല്ല, എന്നല്ല അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. അത് നമുക്ക് ഏതൊരു മേഖലയിലും നമുക്ക് ധൈര്യം തരുന്നതാണ്. അവിടെ നമ്മൾ വായിച്ചത് ഒന്നുകൂടെ ഓർപ്പിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും നാം ഭയപ്പെടുകയില്ല. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ 3 വിധത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി തീരാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടയാകട്ടെ. അവൻ നമ്മുടെ സങ്കേതം എന്ന് പറയുമ്പോൾ അഭയം. മനുഷ്യർ ഇന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ അവർക്കൊരു അഭയം ആഗ്രഹിക്കുന്നവരാണ്, ഒരു അഭയം. എന്നാൽ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന് അത്രയും സുരക്ഷിതത്വമുള്ള അഭയസ്ഥലങ്ങൾ മനുഷ്യന് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യന് അഭയം പ്രാപിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ കണ്ടെത്തുന്നു. എന്നാൽ ഇവിടെ വചനത്തിൽ ഇവിടെ ഭക്തനായ ദാവീദിനെ കുറിച്ച് പറയുന്നു, താൻ തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന എന്ത് വിഷയത്തിനും അഭയമായി കാണുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ അഭയമായി കാണുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു വിഷയത്തിനും നമുക്കൊരു ധൈര്യമുണ്ടാകും. കാരണം എന്നോട് കൂടി എൻ്റെ ദൈവം എനിക്ക് ഉണ്ട്. സദൃശ്യവാക്യങ്ങൾ 18-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. പഴയ നിയമ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സങ്കേത നഗരങ്ങളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. സങ്കേത നഗരം ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഓരോ സ്ഥലങ്ങൾ വ്യത്യസ്തമായ രീതികളിലെ സ്വഭാവങ്ങളുള്ള ആൾക്കാർ പാർക്കുന്നവരാണ്. ഓരോ രാജ്യങ്ങൾ നോക്കിയാൽ അറിയാം, ഓരോ സ്ഥലങ്ങൾ, ആ രാജ്യങ്ങളിലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ളവരാണ്, രീതികളുള്ളവരാണ്. അപ്പോൾ നമ്മൾ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം തന്നെ ഒരു സുരക്ഷിതത്വമുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നു. നമ്മൾ ഒരു വിവാഹ കാര്യത്തിലേക്ക് പോകുമ്പോൾ ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നു. അവിടെ നമ്മുടെ മക്കൾക്ക് പറ്റിയ സുരക്ഷിതത്വമുണ്ടോ? ഇങ്ങനെ വ്യത്യസ്തമായ രീതികളിലൊക്കെ മനുഷ്യർ സുരക്ഷിതത്വം അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ സങ്കേത നഗരങ്ങളെക്കുറിച്ച് തന്നെ കാണാനായിട്ട് കഴിയും. കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഉള്ളവർ ജീവിക്കുകയാണ്. ഇന്നത്തെ പോലെ അത്ര സുരക്ഷിതത്വമുള്ള കാലഘട്ടമല്ല. അപ്പോൾ ചില നഗരങ്ങൾ അവർ രാത്രിയാകുന്നതിന് മുമ്പേ അവിടെ ചെന്നവർ പാർക്കും. കാരണം അവിടെ ശത്രുവിൻ്റെ പോരാട്ടങ്ങളിൽ നിന്നൊക്കെ അവർക്ക് സുരക്ഷിതത്വം കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും ദൈവം തരുന്ന സുരക്ഷിതത്വത്തെ പോലെ മറ്റൊരു സുരക്ഷിതത്വവും നമുക്ക് എങ്ങും നിന്നും ലഭിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ സുരക്ഷിതത്വം തരുന്നത് തീർച്ചയായിട്ടും സങ്കേത നഗരം എന്ന് അവിടെ പറയുന്നത് തീർച്ചയായിട്ടും അത് ക്രിസ്തുവിനെ കുറിച്ച് പറയുക. കർത്താവാണ് നമ്മുടെ സങ്കേതം, കർത്താവാണ് നമ്മുടെ കോട്ട. അവിടെ വായിക്കുന്നത് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, ഗ്ലോറിറ്റുകൾ, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഇന്ന് മനുഷ്യർ അഭയം പ്രാപിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് മനുഷ്യർ ഓടുകയാണ്. എന്നാൽ ഇവിടെ ഭക്തനായ മനുഷ്യൻ പറയാൻ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു, അവനാണ് എൻ്റെ സങ്കേതം, അവനാണ് എൻ്റെ കോട്ട,
അവനാണ് എന്നെ സംരക്ഷിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതത്വം ലഭിക്കുന്ന സ്ഥലം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതിന് നമുക്ക് സമാധാനം പ്രാപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതൊരു വിഷയത്തിൻ്റെ മധ്യത്തിലും ദൈവം തരുന്ന സുരക്ഷിതത്വം പോലെ നമുക്ക് എങ്ങതൊന്നും ലഭിക്കത്തില്ല. അപ്പോൾ ആ സുരക്ഷിതത്വത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വളരെ ആശ്വാസം നൽകുന്നതാണ്. ഹല്ലേലൂയ. വീണ്ടും അവിടെ കാണുന്നത് ദൈവം നമ്മുടെ ബലം എന്നാണ്. ദൈവം നമ്മുടെ ബലം. ഒന്നാമത് വായിക്കുന്നത് ദൈവം എൻ്റെ സങ്കേതം. രണ്ടാമത് പറയുന്നത് ദൈവം എൻ്റെ ബലമാണ്. എല്ലായ്പ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ബലം, നമ്മുടെ ആത്മബലം, നമ്മുടെ ശരീരത്തിൻ്റെ ബലം, നമ്മളുടെ സമ്പത്തിൻ്റെ ബലം, നമ്മുടെ ബന്ധങ്ങളുടെ ബലം, ഇങ്ങനെയുള്ള ഒത്തിരി ബലങ്ങൾ മാനുഷികമായിട്ട് നമ്മൾ നോക്കുമ്പോഴുണ്ട്. ഇതൊന്നും എല്ലാ കാലത്തും അതങ്ങനെ തന്നെ നിൽക്കത്തില്ല. വ്യത്യാസങ്ങളുണ്ടാകും. ആരോഗ്യം ക്ഷയിക്കാം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ടാകാം, മറ്റു ബഹുവിധമായ രീതികളിലെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ബലം ക്ഷയിക്കാം, നമ്മുടെ ആത്മധൈര്യം ക്ഷയിക്കാം, മാനസികമായുള്ള ബലം ക്ഷയിക്കാം. എന്നാൽ ഇവിടെ തൻ്റെ ക്ഷയിക്കുന്ന ബലത്തിലും താൻ ദൈവത്തിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ദൈവം എൻ്റെ ബലമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പലവിധമായ പരിശോധനകളുണ്ടാകും, പരീക്ഷകളുണ്ടാകും. നമ്മൾ വചനത്തിൽ നോക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള എതിർപ്പുകളുണ്ടാകും, പാതാള ശക്തികൾ, പൈശാചിക ശക്തികൾ നിമിത്തമുള്ള പോരാട്ടങ്ങളുണ്ടാകും, ദൈവം അനുവദിക്കുന്ന ചില വിഷയങ്ങളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ആത്മീയമായും നമ്മൾ മാനസികമായും നമ്മൾ ശാരീരികമായിട്ടൊക്കെ നമ്മൾ ക്ഷീണിച്ചു പോകും. നമുക്ക് നമ്മിൽ തന്നെ ബലമില്ലാതെ തോന്നുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന, അവനെൻ്റെ സങ്കേതമാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക് നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ, അപ്പോൾ സങ്കേത നഗരം എന്ന് പറയും പോലെ തന്നെ ഇന്ന് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സുരക്ഷിതത്വം വച്ചിരിക്കുന്ന ദൈവസഭയിലാണ്. സങ്കേത നഗരം പോലെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയിലേക്ക്, കർത്താവിനോട്, ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് ഓടി വരാനുള്ള ആ ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ കടന്നു പോകുന്ന എന്തോ ഒരു ക്ഷീണിച്ച അനുഭവത്തിൻ്റെ മധ്യത്തിലും ദൈവം നമുക്ക് ബലം നൽകും. വചനത്തിൽ കാണുന്നു, എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. നമ്മെ ഓരോരുത്തരെയും കടന്നു പോകുന്ന വിഷയത്തിൽ നമുക്ക് നമ്മളെ ശക്തീകരിക്കാൻ നമുക്കൊരു പരിധിയുണ്ട്. നമ്മളുടേതായിട്ടുള്ള മറ്റ് കഴിവുകളോ കാര്യങ്ങളോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സമ്പത്തോ ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മെ തന്നെ ഒന്ന് ബലപ്പെടുത്താൻ നമുക്കൊരു ലിമിറ്റേഷനുണ്ട്. എന്നാൽ പരിമിതി ഇല്ലാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മെക്കൊണ്ട് മറികടക്കാൻ കഴിയാത്ത വിഷയങ്ങളെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് പകർന്ന് അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കും. ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി മുൻപിലേക്ക് നടത്തുന്ന ദൈവം ആണ്. യേശുക്രിസ്തു ഈ ലോകത്തെ ജയിച്ചു. യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെയുള്ള എല്ലാ പാപങ്ങളെയും ജയിച്ചു. ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാ തിന്മകളെയും കർത്താവ് ജയിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. അപ്പോൾ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതല്ല, കഷ്ടങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയമുണ്ടെങ്കിൽ നമുക്കവിടെ സമാധാനം അനുഭവിക്കാൻ കഴിയും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. അപ്പോൾ കർത്താവിങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നമ്മൾ ഓടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ബലഹീനതകൾ ബലമായി തീരുന്നത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയത്തിൽ ബലം വച്ചിരിക്കുന്ന, അല്ലാതെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ അതെല്ലാം ചോർന്നു പോകും. എന്നാൽ ദൈവത്തിൽ ബലം വച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഏതൊരു പ്രതിബന്ധത്തിൻ്റെ മധ്യത്തിലും ദൈവബലം നമ്മെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ഉണർവിലേക്ക് നമ്മെ നയിക്കും. ഒരുറ്റുകാൾ. അപ്പോൾ ഏതൊരു വിഷയത്തിൻ്റെ മധ്യത്തിലും ജയകരമായിട്ട് നമുക്ക് പുറത്തു വരണമെങ്കിൽ ദൈവത്തിൻ്റെ ബലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായിട്ട് പുറത്തു വരാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളിൽ അകപ്പെടും. ചിലർ അകപ്പെട്ട് അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ അവരുടെ നല്ലൊരു ആയുസ്, ചില പ്രശ്നങ്ങൾ, ചില പ്രതിബന്ധങ്ങൾ, ചില കഷ്ടങ്ങൾ, അതിനകത്ത് അവർ കുടുങ്ങി അങ്ങനെ അവരുടെ ആയുസ് നഷ്ടപ്പെടുത്തും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ കടന്നു പോകുന്ന വിഷയം X or Y എന്ത് വിഷയമായാലും അതിൻ്റെ മധ്യത്തിൽ നിന്ന്
ദൈവത്തിൻ്റെ ബലം കൊണ്ട് ആ വ്യക്തിക്ക് അതിനെ സർവൈവ് ചെയ്യാൻ കഴിയും, അതിനെ അതിജീവിപ്പാൻ കഴിയും, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക്. ഹല്ലേലൂയ. മൂന്നാമത് നമ്മളവിടെ വായിക്കുന്നത്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അതിൻ്റെ തീവ്രത കൂടുന്നതനുസരിച്ച് നമ്മളോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവർ, നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യം വരുമ്പോൾ പോലും കുറവുകൾ, ഏറ്റക്കുറച്ചിലുണ്ടാവും. നമ്മളോടൊപ്പം ഉണ്ടെന്ന് വിചാരിക്കുന്നവർ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകും. നമ്മളോട് കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നവർ അകന്നു പോകും. ചിലർ നമ്മളെക്കാട്ടിലും വളരെ വേഗത്തിൽ സ്പീഡ് കൂട്ടി അങ്ങ് പോകും, ചിലർ വളരെ സ്ലോ ആവും. അപ്പോൾ നമ്മൾ മനസ്സിലാകും നമ്മൾ ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്ക് ആകുന്ന സമയത്തിൽ എന്തുമാത്രം കഷ്ടം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് ഉള്ളൊരവസ്ഥയുടെ മധ്യത്തിൽ ഒരു കാര്യം തിരിച്ചറിയും, ആ അവസ്ഥയുടെ മധ്യത്തിൽ കൂടെ ഇരിക്കുന്നവനാണ് ദൈവം. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അപ്പോൾ ഒറ്റപ്പെടുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്കാണ് ഒരു തുണയായി എൻ്റെ ദൈവം ഉണ്ട് എന്ന തിരിച്ചറിവിൽ ഏറ്റവും ആശ്വാസം ലഭിക്കുന്നത്. ഏറ്റവും അടുത്ത തുണയായി എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണ് ദൈവം നമ്മുടെ സങ്കേതമായി തീരുന്നത്. നമ്മുടെ അനുഭവങ്ങളില്ലാത്ത ആർക്കും ദൈവത്തെ സങ്കേതമാക്കി വയ്ക്കാൻ കഴിയത്തില്ല. ജീവിതത്തിലെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പോരാട്ടങ്ങളും നഷ്ടങ്ങളും ബലഹീനതകളും താഴ്ചകളും വീഴ്ചകളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്കാണ് ദൈവത്തെ സങ്കേതമാക്കി വയ്ക്കാൻ കഴിയുന്നത്, ദൈവത്തെ എൻ്റെ ബലമാക്കി വയ്ക്കാൻ കഴിയുന്നത്, ദൈവത്തെ എൻ്റെ ഏറ്റവും അടുത്ത തുണയായി ഞാൻ തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഇയ്യോബ് ഒറ്റ ദിവസത്തിൽ തന്നെ തൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും എടുത്തു മാറ്റപ്പെടുന്ന ഒരു സന്ദർഭം. ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ചിന്തിച്ചു പോകും. എന്തുമാത്രം നല്ല രീതിയിൽ ജീവിച്ചു, നല്ല അനുഗ്രഹങ്ങൾ, 10 മക്കളും എല്ലാ സമ്പത്തും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ദിവസത്തിൽ തന്നെ തൻ്റെ 10 മക്കൾ മരണപ്പെടുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ പേര് നഷ്ടപ്പെട്ടു, തൻ്റെ പ്രശസ്തി നഷ്ടപ്പെട്ടു, തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, തനിക്ക് ഒരു മാറാരോഗം, മരണത്താൽ മാറ്റപ്പെടുന്ന അനുഭവത്തിലേക്ക് അതിൻ്റെ വക്കോളം എത്തുന്നതൊക്കെ നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ അപ്പോഴും തനിക്ക് ദൈവത്തിങ്കിലെ ആശ്രയം താൻ വിട്ടിട്ടില്ല. താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വാക്ക് കൊണ്ടുപോലും നെഗറ്റീവ് പറഞ്ഞില്ല, ഒരു വാക്ക് കൊണ്ടുപോലും പാപം ചെയ്തില്ല. ആ കഷ്ടത്തിൽ അവൻ അധികമായി ദൈവ സാന്നിധ്യം തിരിച്ചറിയാനിടയായി നമ്മളോട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവിടെ ഇയ്യോബ് പറയാണ്, രാത്രിയിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ദൈവത്തിന് സ്തോത്രഗീതം ചെയ്യും. പകൽ പോലെ കാര്യങ്ങളെല്ലാം നന്നായിട്ടിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും സ്തോത്രം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ കഷ്ടതകളുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ അല്ലെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഇവിടെ ഈ അനുഭവങ്ങൾ വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ, രാത്രിയിൽ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഞാൻ ദൈവത്തെ എന്ത് ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അന്നേരവും ദൈവ സാന്നിധ്യത്തെ തൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയാൻ ഈ കഷ്ടങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പലപ്പോഴും പലരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കഷ്ടങ്ങൾ വരുമ്പോൾ അവർ ആദ്യം തള്ളി പറയുന്നത് ദൈവത്തെയാണ്. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് സ്തോത്രവും, കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഭക്തന്മാർ പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ കൂടുതൽ അറിഞ്ഞത് ഞാൻ കഷ്ടതയിലായപ്പോഴാണ്. ദാവീദും തൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഷ്ടതയിൽ ആയപ്പോഴാണ് ഞാൻ കൂടുതലായി ദൈവത്തെ കാണാൻ ഇടയായത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മളുടെ ജീവിതത്തിൽ നേരിടുന്ന എന്തോ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിലും നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയണം. ഇയ്യോബിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ 5-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. അപ്പോൾ ഈ കഷ്ടതയിലൂടെ കടന്നുപോയി ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് അങ്ങനെ അങ്ങ് നശിച്ചു പോയി എന്നല്ല, അവൻ്റെ അവസാനം ദൈവം അവന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സകല കാര്യങ്ങളിലും ദൈവത്താലുള്ള അനുഗ്രഹം ദൈവം മടക്കി കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. മാത്രമല്ല ഇയ്യോബ് അതുവരെയും ദൈവത്തെക്കുറിച്ച് ഒരു കേട്ട് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലോ ഈ കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ഇപ്പോൾ എൻ്റെ സ്വന്തം കണ്ണ് ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. ചില പ്രതിബന്ധങ്ങൾ, ചില കഷ്ടങ്ങൾ, ചില പ്രയാസങ്ങൾ, നമ്മെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്
നമ്മുടെ ആത്മീയ കണ്ണ് തുറക്കുവാൻ, ദൈവത്തെ കാണുവാൻ, അതുപോലെ തന്നെ ആ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയാൻ, ആ തിരിച്ചറിവിലൂടെ നമ്മുടെ ഭയം മാറിക്കിട്ടും. എങ്ങനെയാണ്? എൻ്റെ കർത്താവ് എനിക്ക് എന്തുണ്ട്? തുണയായിട്ടുണ്ട്. ഹല്ലേലൂയ. ബാക്കിയെല്ലാം മാറിപ്പോയാൽ, അവിടെ വായിക്കുന്നു പർവ്വതങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. പർവ്വതങ്ങൾ എന്തിനെ കാണിക്കുന്നു? നല്ല ഉറപ്പുള്ള, ബലമുള്ള, ആർക്കും നീക്കിക്കളയാൻ പറ്റാത്ത അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മുടെ കൂട്ടത്തിലുള്ളവർ, പർവ്വതം പോലെ ഉറപ്പുള്ളവർ, നമ്മെ ധൈര്യപ്പെടുത്തുന്നവർ, ബലപ്പെടുത്തുന്നവർ, എന്ത് വിഷയം വന്നാലും കൂടെ നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരൊക്കെ എന്തു ചെയ്യും? നീങ്ങിപ്പോവും. അവരൊക്കെ നീങ്ങിപ്പോവും. പർവ്വതങ്ങൾ മാറിപ്പോവും. എന്നും എല്ലാ കാലത്തും പർവ്വതം പോലെ ഉറപ്പും ധൈര്യവുമുള്ളവർ നമ്മെ ഒന്നും സപ്പോർട്ട് ചെയ്ത് നിൽക്കത്തില്ല. അവർ മാറിപ്പോകും. പക്ഷേ മാറാത്ത ഒരു ദൈവമുണ്ട്. അവിടെ വായിക്കുന്നു പർവ്വതങ്ങൾ മാറി സമുദ്രമധ്യേ വീണാലും. ഈ സമുദ്രത്തിൻ്റെ മധ്യേ വീണാലെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പർവ്വതത്തിൻ്റെ ഒരു അറ്റം പോലും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ ആഴത്തിലേക്ക് നമുക്കൊന്നും ആ വ്യക്തിയെക്കുറിച്ച് പിന്നെ ഒന്നും നമുക്ക് കാണാനോ ഒരു പൊടി പോലും കിട്ടത്തില്ല. എങ്കിലും അതിൻ്റെ മധ്യത്തിലും മാറാത്ത ഒരു ദൈവമുണ്ട്. വീണ്ടും അവിടെ പറയുന്നു ഭൂമി മാറിപ്പോയാലും നാം ഭയപ്പെടുകയില്ല. ഭൂമി മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഒരു പക്ഷേ ഭൂമിയിലുള്ള കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനം നമ്മളുടെ ആയുസ്സിൻ്റെ സമയം വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. നമ്മുടെ സമ്പത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പേര്, പ്രശസ്തി, സ്ഥാനം, മാനം, അംഗീകാരം, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ കുറച്ച് അത് ഒഴിഞ്ഞു പോകും, അത് ഡിമ്മാവും, അതൊക്കെ നഷ്ടമായി പോകും. എങ്കിലും അതിൻ്റെ മധ്യത്തിൽ അപ്പോൾ ഭൗമികമായ എന്ത് കാര്യങ്ങൾ നീക്കപ്പെട്ടാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എറ്റേണിറ്റിയിൽ എനിക്ക് ദൈവം ഒരു ഭവനമൊരുക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് അന്തിമമായി ഞാൻ മാറ്റപ്പെടുമ്പോൾ പോലും, മരണത്തെപ്പോലും ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ക്രിസ്തു മരണത്തെ ജയിച്ചതുകൊണ്ട്, ക്രിസ്തു ഈ ലോകത്തെ ജയിച്ചു, ക്രിസ്തു സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളെ ജയിച്ച് അവൻ നമുക്ക് വേണ്ടി ഭവനമൊരുക്കുന്നു. അതുകൊണ്ട് ഒന്നും ശാശ്വതമല്ല. ഇതെല്ലാം മാറിപ്പോയാലും അന്തിമമായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിനോടൊപ്പം എനിക്കായിരിക്കാനിടയാകും. അതുകൊണ്ട് എല്ലാം മാറ്റപ്പെട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല. ഈ ലോകത്തിൽ ക്രിസ്തുവിനോട് കൂടിയുള്ള ജീവിതം നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഒരെന്തെന്നില്ലാത്ത സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്കിടയായിത്തീരും. ഭക്തന്മാരുടെ ജീവിതങ്ങൾ നമ്മളൊന്ന് നോക്കാം. അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ അവരോട് കൂടെ ദൈവം എങ്ങനെ ഇടപെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ തീച്ചൂളയിലേക്ക് എന്ത് ചെയ്യുന്നു? വലിച്ചെറിയുന്ന ഒരു വലിയ പരീക്ഷയായിരുന്നു. അല്ലെങ്കിൽ സ്വയമായ ബലം കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും തീക്കകത്ത് രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഒരു രാജകൽപ്പനയായിരുന്നു. തീക്കകത്ത് വലിച്ചെറിയുക, ചുട്ടരിച്ച് കളയുക എന്നുള്ള നിയമമായിരുന്നു. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ മഹിമ അവിടെ വെളിപ്പെടുത്തുന്നു. തീച്ചൂള പോലുള്ളൊരു കഷ്ടത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വരും. അപ്പോൾ ഏറ്റവും അടുത്ത തുണ, തീക്കകത്തോട്ട് ആരെങ്കിലും ഇറങ്ങി വരുമോ? മരണത്തിൽ ഈ മരണത്താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ആരെങ്കിലും ഇറങ്ങി വരുമോ? ഇല്ല. ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ 7 ഇരട്ടി തീക്ക് ചൂടെന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും അവിടെ എഴുതി കാണുന്നു, അവരുടെ ഒരു തലയിലെ രോമം പോലും കരിഞ്ഞു പോകാൻ ദൈവം അനുവദിച്ചില്ല. കർത്താവ് അവർക്ക് തുണയായി നിന്നു. അവിടെ രാജാവ് പോലും പറയുന്നു, നാലാമതൊരുവനെ കാണുന്നു. രാജാവ് നാലാമതൊരുവനെ കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ പരിശോധനയിലേക്ക് അകത്തേക്ക് കടത്തി വിടുന്നതിന് മുന്നമേ അവിടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഒന്നാമനായി അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് ഉള്ള സാന്നിധ്യത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ പരിശോധിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അവിടെ പൊന്നുപോലെ അവർ എന്ത് ചെയ്തു? ആ കഷ്ടപ്പാടുകളെ അതിജീവിച്ച് പുറത്തു വന്നു. നമ്മൾ ഇന്ന് വ്യത്യസ്തമായ രീതികളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി സമയത്തിൽ എൻ്റെ ദൈവത്തെ ഞാൻ സങ്കേതമായി, എൻ്റെ ദൈവത്തെ ഞാൻ അഭയസ്ഥാനമായി, എൻ്റെ ദൈവത്തെ എൻ്റെ ബലമായി, കഷ്ടത്തിൽ എൻ്റെ കർത്താവ് ഏറ്റവും അടുത്ത തുണയായിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് ഏറ്റുപറയാൻ കഴിയുമ്പോൾ, നമ്മൾ ഇന്ന് നേരിടുന്ന എന്തോ ഒരു വിഷയത്തിൻ്റെ മധ്യത്തിലും നമുക്ക് ഒരു സ്വർഗീയമായ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് മുഖാന്തരം ഞാൻ കടന്നു പോകുന്ന സകല വിഷയങ്ങൾക്കും
കർത്താവ് മതിയായവൻ, ആ സാന്നിധ്യം മതിയായത്. അവൻ എൻ്റെ തുണയാണ്. ഹല്ലേലൂയ. അവൻ എൻ്റെ ബലമാണ്. എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നത് എൻ്റെ യേശുവിലാണ്. യേശുവിലെന്ന് പറയുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ വചനത്തിലാണ്. ആ വചനം നമുക്ക് ബലമാണ്, വചനം നമുക്ക് അഭയമാണ്, വചനം നമുക്ക് സങ്കേതമാണ്. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.